ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിലേക്കുള്ള വഴിയാണ് മഹാന്മാരായ അമ്പിയാക്കൾ അഖിലവും അവരുടെ ജനതയിലൂടെ ലോകത്ത് ക്ഷണിച്ചിട്ടുള്ള വഴി. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന മനുഷ്യ ജീവിതത്തിന്റെ നിർബന്ധിതമായ ഏക പ്രാർത്ഥനയും ആ വഴിയെ സൂചിപ്പിച്ചുകൊണ്ടാണ്. അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹയിൽ, ഖുർആനിന്റെ ഉള്ളടക്കമായി അവതരിച്ചിട്ടുള്ള സൂറത്തുൽ ഫാത്തിഹയിൽ, ഖുർആനിലെ ബാക്കിയുള്ള 113 അധ്യായങ്ങളും സന്നിവേശിപ്പിക്കപ്പെട്ടിട്ടുള്ള സൂറത്തുൽ ഫാത്തിഹയിൽ ഏറെ പ്രാധാന്യത്തോടുകൂടെ ചർച്ച ചെയ്തിട്ടുള്ള വഴിയും സിറാത്തുൽ മുസ്തഖീം, അതായത് അള്ളാഹുവിലേക്കുള്ള വഴിയാണ്. ആ വഴിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ആ വഴിയിലൂടെ സഞ്ചരിച്ച് അള്ളാഹുവിൽ എത്തിപ്പെടാ, റബ്ബിന്റെ പൊരുത്തത്തിൽ എത്തുക എന്ന ആ പ്രാർത്ഥന നമുക്ക് ഏറെ പ്രാധാന്യം ഉള്ളതുപോലെ തന്നെയാണ് സമാന്തരമായി പിശാച് ഉണ്ടാക്കി വെച്ചിട്ടുള്ള അവന്റെ കെണിവലയങ്ങളുടെ വഴിയിലൂടെയും നരകത്തിൽ പിശാചിന്റെ പൊരുത്തത്തിൽ എത്തിക്കപ്പെടുക എന്ന വഴി, അതിനെതിരെയും നമ്മൾ പ്രാർത്ഥിക്കൽ ഹിദായത്തിന്റെ വഴിക്ക് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ നിർബന്ധമായ കാര്യമാണ്. അള്ളാഹു അവന്റെ ഹിദായത്തിൽ നമ്മെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. പിശാചിന്റെ വഴികളിൽ നിന്നും കുതറി മാറാ എന്നത് വളരെ ശ്രമകരമായ കാര്യമാണ്. പിശാചിന്റെ വഴികളിലേക്ക് ഒരാൾ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യൻ പിശാചിന്റെ വഴിയിലാണ് പെട്ടതെന്ന് ബോധവാനാവാൻ ഏറെ പ്രയാസമുണ്ട്. ലോകപ്രശസ്തരായ പല ചിന്തകന്മാരും 2 കാര്യത്തിൽ മനുഷ്യന് സമയം നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് രേഖപ്പെടുത്തുന്നത് നമുക്ക് വായിക്കാൻ കഴിയും. 2 കാര്യത്തിൽ മനുഷ്യവർഗത്തിന് സമയം നിശ്ചയിക്കാൻ കഴിയില്ല. ഒന്ന്, ഒരു മനുഷ്യൻ എപ്പോൾ മുതലാണ് ഉറങ്ങിത്തുടങ്ങുന്നത് എന്നത് സമയം നിശ്ചയിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഏകദേശമൊക്കെ പറയാനേ പറ്റുള്ളൂ. എപ്പോൾ മുതൽ അവൻ ഉറങ്ങിത്തുടങ്ങി, രാത്രി 9 മണിക്ക് ഞാൻ ഉറങ്ങിത്തുടങ്ങി എന്ന് പറയാൻ പറ്റില്ല. കാരണം ആ സമയം 9 മണി എന്നത് അവൻ അറിയണമെങ്കിൽ ഉറങ്ങാത്ത അവസ്ഥയിലാണ് അറിയാം. എപ്പോൾ മുതൽ ഉറങ്ങിത്തുടങ്ങുന്നു എന്ന് മനുഷ്യന് നിർവചിക്കാൻ കഴിയാത്ത പോലെ എപ്പോൾ മുതലാണ് മനുഷ്യൻ ചീത്തയായി തുടങ്ങിയത് എന്നതും നിർവചിക്കാൻ കഴിയാത്തതാണെന്ന് ലോകത്തുള്ള പല തത്വചിന്തകന്മാരും രേഖപ്പെടുത്തിയത് നമുക്ക് വായിക്കാൻ കഴിയും. നമ്മുടെ ചുറ്റിലും പിശാച് ഇങ്ങനെ ഒരുപാട് വഴികൾ അവനിലേക്ക് തീർത്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം വളരെ രസകരമായ ഒരു ഉദാഹരണത്തിലൂടെ വരച്ച് തന്നെ കാണിച്ചിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖത്തലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തൻ ഫഖാല ഹാദാ സബീലുല്ലാഹ് ثم خط خطوطا يمينا وشمالا فقال هذه سبل متفرقة وعلى كل سبيل منها شيطان എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അബൂദാവൂദിന്റെ സുനനിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. സ്വഹാബി പ്രമുഖനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വര നേരെ അങ്ങ് വരച്ചു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഇത് അള്ളാഹുവിലേക്കുള്ള വഴിയാണ് ഈ നടുവിൽ കാണുന്ന നേരെ വരച്ച വര. എന്നിട്ട് അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ആദ്യം വരച്ച വരയുടെ 2 അഗ്രങ്ങളെ അഗ്രമാക്കി തന്നെ വളച്ച് ചുറ്റിലിങ്ങനെ വളഞ്ഞ വഴികൾ ഇങ്ങനെ വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഹാദിഹി സുബുലും മുതഫർരിഖ, സഹാബികളെ ഇത് വ്യത്യസ്തങ്ങളായ വഴികളാണ്, പക്ഷേ വഅലാ കുല്ലി സബീൽ മിൻഹാ ശൈത്താൻ, ഈ ഓരോ വഴിയിലും ഓരോ പിശാചിരിപ്പുണ്ടെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മെ സംബന്ധിച്ചിടത്തോളം ആദ്യം വരച്ച നടുവിലെ നേരെയുള്ള വരയാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു ആ വരയിലേക്ക് നമ്മെ ചേർക്കട്ടെ. അല്ലാത്ത വരകളും വഴികളും നമ്മുടെ ചുറ്റിലും ഒരുപാടുണ്ട്. പിശാചിന്റെ സ്വാധീനമുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഏതൊക്കെയെന്ന് എടുത്തു പറഞ്ഞുകൊണ്ടൊരു വഅലിന് ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല. ആ വഅല് ഒരു മനുഷ്യന്റെ വിവേകം ആവണം. ഓരോ സന്ദർഭത്തിലും അത് പിശാചിന്റെ വഴിയാണ് എന്ന ബോധത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന ആ ഒരു വഅല് അവന്റെ വിവേകം കൊണ്ട് ആവണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പിശാചിന്റെ വഴികൾ, പിശാചിന്റെ മാർഗങ്ങൾ അവലംബിക്കുന്നതിനെ അടിസ്ഥാനപരമായി തന്നെ ഖുർആൻ വിമർശിക്കുന്ന 4-ലേറെ സ്ഥലങ്ങൾ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ വിശദീകരിക്കുന്നില്ല. സൂറത്തുൽ ബഖറയുടെ 168-ാമത്തെ ആയത്ത് അത് സംബന്ധമായി പറഞ്ഞതാണ്. സൂറത്തുൽ ബഖറയുടെ 208-ാമത്തെ ആയത്തും അത് തന്നെയാണ്. സൂറത്തുൽ നൂറിന്റെ 21-ാമത്തെ ആയത്ത്, സൂറത്തുൽ അൻആമിന്റെ 142-ാമത്തെ ആയത്ത്. ഇതൊക്കെ ഇങ്ങനെ വിശദീകരിച്ചാൽ ധാരാളം സംഭവങ്ങൾ ഇതിനോടനുബന്ധമായി തന്നെ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നതും ഹദീസിലും ഇത് സംബന്ധമായിട്ട് ധാരാളം കാര്യങ്ങളും കാഴ്ചപ്പാടുകളും നമുക്ക് കാണാൻ കഴിയും. ഞാൻ വിശദമാക്കുന്നില്ല. പരിമിതമായ സമയത്തിനുള്ളിൽ ഈ വിഷയം ഇൻഷാ അല്ലാഹ് ഹ്രസ്വമാക്കാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് തരട്ടെ. ഏതായാലും പരിശുദ്ധമായ ഖുർആൻ പിശാചിനെ തൊട്ട് കാവൽ തേടുന്ന നിരവധി വചനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്.
മുഖ്യമായ ആരാധനകളിൽ പോലും ഇവൻ കടന്നു വന്ന് ആ ആരാധനകളെ നാശമാക്കുന്ന ഒരു പൊതുപ്രകൃതം പിശാചുക്കളിൽ നമുക്ക് കാണാൻ കഴിയും. മുഖ്യമായ ഒരു ആരാധനയാണ് നിസ്കാരം. അവന്റെ സ്വാധീനം ഏറെ സംഭവിച്ചുകൊണ്ട് നിസ്കാരം നിഷ്ഫലമായി പോകുന്ന അവസ്ഥ ഓരോരുത്തർക്കും അനുഭവമുള്ളതാണ്. മുഖ്യമായ മറ്റൊരു ആരാധനയാണ് നമ്മുടെ ഖുർആൻ പാരായണം. ഖുർആൻ പാരായണത്തിന്റെ തുടക്കം, ഖുർആൻ പാരായണത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു മനുഷ്യൻ ഫൈദാ ഖറഅതൽ ഖുർആൻ, ഖുർആൻ പാരായണം ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നാണ് ഖുർആൻ തന്നെ നമ്മോട് പറഞ്ഞത്. പിശാചിൽ നിന്നും കാവൽ തേടിക്കൊണ്ടാവട്ടെ എന്ന് അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മുഖ്യമായ ആരാധനകളിലേക്ക് അവൻ കടന്നു വരികയാണ്. ഖുർആനിന്റെ അപ്പുറേ തലക്കയിൽ നിന്നും നമ്മൾ പാരായണം ചെയ്ത് ഇപ്പുറത്തേക്ക് എത്തുമ്പോഴും നമ്മുടെ മനോമുഖരത്തിൽ ഏറ്റവും കുളിർമയാകുന്ന ഒരു അഭയം തേടലാണ് ഖുർആന്റെ ഇപ്പുറത്തല എത്തിയപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. മറ്റൊന്നുമല്ല, മിനൽ ജിന്നത്തി വന്നാസ് എന്നൊരു പ്രയോഗമാണ്. മനുഷ്യ പിശാചുക്കളിൽ നിന്നും ജിന്ന് പിശാചുക്കളിൽ നിന്നും അള്ളാഹുവോട് കാവൽ തേടാൻ. ജിന്നുകളും പിശാചുക്കളും അടിസ്ഥാനപരമായി അവർ ആരാണ് എന്നത് വേറെ ഒരു ചർച്ചയാണ്. ഏതായാലും അവരുടെ സ്വാധീനത്തെ കുറിച്ചുള്ള ഒരു ലഘു വിവരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജിന്നുകളെയും പിശാചുക്കളെയും കണ്ണേറിനെയും സിഹറിനെയും ഒക്കെ സൂചിപ്പിക്കുന്ന മറ്റൊരു പഠനം നമുക്ക് വേറെ തയ്യാറാവേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് സമീപഭാവിയിൽ അതിനുള്ള തൗഫീഖ് എത്തിച്ചു തരട്ടെ. ഏതായാലും ഞാൻ സുദീർഘമാക്കുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച ആയത്തുകളിൽ സൂറത്ത് നൂറിന്റെ 21-ാമത്തെ ആയത്ത് നമുക്ക് ഒന്ന് പരിചയപ്പെടേണ്ടിയിരിക്കുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ ومن يتبع خطوات الشيطان فإنه يأمر بالفحشاء والمنكر ولولا فضل الله عليكم ورحمته ما زكى منكم من أحد أبدا ولكن الله يزكي من يشاء والله سميع عليم. പിശാച് മുഖേന ലോകത്ത് ഒരാളും നന്നായിട്ടില്ല എന്നാ ഖുർആൻ പറഞ്ഞത്. ഈ ആയത്തിന്റെ ടോട്ടൽ അത്രയാണ്. നബിമാര് വന്ന ദൗത്യത്തിന്റെ നേരെ എതിർ ദൗത്യത്തിലാണ് പിശാച് നിലകൊണ്ടിട്ടുള്ളത് എന്നതാണ് ഈ ആയത്ത് സൂചിപ്പിച്ചത്. ലോകത്ത് വന്ന 1,24,000-ഓളം പ്രവാചകന്മാരുടെ ജീവിത പരിശ്രമം മുഴുവൻ, അവരുടെ ത്യാഗം മുഴുവൻ, അവർ അനുഭവിച്ച ദുരിതങ്ങളും പ്രയാസങ്ങളും മുഴുവൻ എന്തൊരു ആവശ്യത്തിന് വേണ്ടിയാണോ അതിന്റെ എതിരിലുള്ള ആവശ്യത്തിനാണ് പൈശാചിക സമൂഹത്തിന്റെ പരിശ്രമം എന്ന് ഖുർആൻ. അമ്പിയാക്കളുടെ നിയോഗവും അവരുടെ പ്രബോധന കാലവും താൽക്കാലികമായി വിരാമമിട്ട് ലോകാവസാനം വരെ ഇനി ഒരു പ്രവാചക സാന്നിധ്യത്തിൽ ആ ഒരു വിടവ് തീർക്കാൻ പരിശുദ്ധ ഖുർആനും നിലയുറപ്പിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹിദായത്തിന്റെ വഴിയെ ഇങ്ങനെ സ്ഥാപിക്കുമ്പോൾ വ്യവസ്ഥാപിതമായി തന്നെ ഇതിന്റെ എതിർദിശയിൽ ഇപ്പോഴും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പിശാചുക്കൾ അവരുടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് ഈ ആയത്ത് നമ്മെ ബോധ്യപ്പെടുത്തിയത്. പ്രവാചക സാന്നിധ്യമില്ലാത്ത ഈ സാഹചര്യത്തിൽ ഹിദായത്തിലേക്ക് ക്ഷണിക്കാൻ പരിശുദ്ധ ഖുർആനും ഖുർആൻ കൊണ്ടുള്ള ദഅവത്തും മാത്രമാണ് ഇവിടെ ഉള്ളത്. നബിമാരില്ല. നബിമാരുടെ എതിർദിശയിൽ നബിമാര് പ്രബോധനം ചെയ്യുന്ന തത്വത്തിന്റെ എതിരായിട്ടുള്ള രീതികളാണ് ശൈത്വാൻ ആവിഷ്കരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. അവരുടെ ഭാഗത്ത് യാതൊരുവിധ കുറവുമില്ല. ശൈത്വാന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ശൈത്വാന്റെ ആളുകൾ കൂടി വരുന്നേ ഉള്ളൂ. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാം, ഒരു സത്യവിശ്വാസി എത്ര കരുതി ജീവിച്ചാൽ മാത്രമാണ് ഈ കാലഘട്ടത്തിൽ പൈശാചിക വഴികളെ അവഗണിക്കാൻ കഴിയുക. സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വർഗീയമായ പിറവി, അതിനോടനുബന്ധമായ അവിടുത്തോട് സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് മലക്കുകളോട് അള്ളാഹു കൽപ്പിക്കുന്ന സന്ദർഭത്തിൽ പിശാച് കൂട്ടത്തിലുണ്ട്. മൂപ്പരോടും ആ കൽപ്പനയുണ്ട്. അവൻ അവഗണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയമാകുമ്പോൾ പിശാച് ആ സമയത്ത് അള്ളാഹുവിൽ നിന്നും ചോദിച്ചു വാങ്ങുന്ന ചില കാര്യങ്ങളുണ്ട്. അള്ളാഹുവിനോട് മനുഷ്യവർഗത്തെ വഴി പിഴപ്പിക്കും എന്ന് തന്നെ ചോദിച്ചു വാങ്ങുന്നുണ്ട്. അള്ളാഹു അവൻ അതിനായിട്ടുള്ള അവസരം കൊടുക്കുക. ഹിദായത്തിന്റെ മൂല്യമാണ് അവിടെ ബോധ്യപ്പെടേണ്ടത്. പിശാചിന് അങ്ങനെ ഒരു അവസരം അള്ളാഹു കൊടുക്കുമ്പോൾ
പിശാചിന് അതിനുള്ള ഒരു ശേഷിയും അതിനുള്ള ഒരു കഴിവും അള്ളാഹുവിൽ നിന്ന് അവൻ ചോദിച്ചു വാങ്ങാണ്. ആ വാക്കുകൾ ഖുർആൻ എമ്പാടും പറയുന്നിടത്ത് നമുക്ക് പ്രത്യേകം കാണാൻ കഴിയുന്നുണ്ട്. പിശാച് എവിടെ ഇരിക്കാന്നറിയും? നമ്മുടെ മുന്നോട്ടുള്ള ഓരോ വഴികളിലും അവനുണ്ട്. നമ്മൾ ഹിദായത്ത് തേടി പോകുന്ന എല്ലാ വഴിയിലും അവനുണ്ടാവും. നല്ലത് ഉദ്ദേശിച്ച് പോകുന്നിടത്തും ഇബ്ലീസ് നമ്മളെ വഴി പിഴപ്പിക്കാൻ വന്നിരിക്കും. ഒരുപാട് കാര്യങ്ങളുണ്ട്. നന്മ ഉദ്ദേശിച്ച് പോയപ്പോ ആരെ അറിയിക്കാതെ പള്ളിയിലേക്ക് ഒരു 2000 രൂപ കൊടുക്കാൻ ഒരാൾ തീരുമാനിച്ചു. അപ്പൊ നോക്കിയപ്പോ ആരെങ്കിലൊക്കെ അതൊന്ന് അറിയാണെങ്കിൽ ഒരു സുഖമുണ്ട് അല്ലേ? പിശാചാണത്. ഒരു സ്വതക്ക ചെയ്യാൻ വേണ്ടി നമ്മൾ ആരെ അറിയിക്കാതെ സ്വതക്ക ചെയ്യാൻ തീരുമാനിച്ചു. 4 ആളെ അറിയുന്നതിനോടൊരു ആഗ്രഹം തോന്നാം, പിശാചാണ്. നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു. നിസ്കാരത്തെ ഇനിയിപ്പോ ആരെ ബോധിപ്പിക്കാൻ, ആൾക്കാരൊക്കെ പോയില്ലേ? നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മളെ ഒന്ന് പിന്തിരിപ്പിക്കുകയും നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ച അത്രയും ചെയ്യിക്കാതിരിക്കുകയും ചെയ്യുന്നു. നിസ്കാരത്തിന്റെ വിഷയത്തിൽ പിശാചാണ്. എല്ലാം അവൻ നമ്മുടെ ഹിദായത്തിന്റെ വഴിയിൽ വന്നിങ്ങനെ ഇരിക്കും. അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ പിശാചിന്റെ ഒരു ശബ്ദം പറയുന്നത് കാണാം. അള്ളാഹുവോട് ചോദിക്കുന്നുണ്ട്, പടച്ചോനെ, എന്നെക്കാളും നീ ബഹുമാനിച്ച് യാദവനെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞതാ തമ്പുരാനെ. നീ എനിക്ക് അവസരം തന്നാൽ, നീ വളരെ ആദരിച്ച ഈ വർഗമുണ്ടല്ലോ, മനുഷ്യവർഗം, അവരിൽ നിന്നും ധാരാളം ആളുകൾ എനിക്ക് വഴി പിഴപ്പിക്കാൻ കഴിയും. അള്ളാഹു പറഞ്ഞെന്താന്നറിയോ? മനുഷ്യവർഗത്തിൽ നിന്നും നിനക്ക് വഴിപ്പെടുന്നവനെയുമായി നീ ഇറങ്ങിക്കോ. മനുഷ്യരിൽ നിന്നും നീ വിളിച്ചാൽ വരുന്നവരെ നീ വിളിച്ചെടുത്തോ. ഇബ്ലീസേ, നിങ്ങൾക്കുള്ള ശിക്ഷ അള്ളാഹു പൂർത്തീകരിച്ച് നൽകാൻ വെച്ചിട്ടുണ്ട്. അള്ളാഹുവിനോട് അള്ളാഹു പറയാണ്, വസ്തഫ്സിസ് മനിസ്തതഅത മിൻഹും ബിസൗതിക വഅജ്ലിബ് അലൈഹിം ബിഖൈലിക വരിജ്ലിക വശാരികുഹും ഫിൽ അംവാലി വൽ ഔലാദി വഇദുഹും വമാ യഇദുഹും അശ്ശൈത്വാനു ഇല്ലാ ഗുറൂറാ. നിന്റെ എല്ലാ സന്നാഹങ്ങളും നീ കൂട്ടിക്കോ. മനുഷ്യനെ നിന്റെ വഴിയിലേക്ക് ചേർക്കാൻ അള്ളാഹു അവനിൽ നിന്നും നമുക്ക് കാവൽ നൽകട്ടെ. നിന്റെ കുതിരപ്പടയാളികളെ നീ കൂട്ടിക്കോ, നിന്റെ കാൽപ്പടയാളികളെ കൂട്ടിക്കോ, നിന്റെ സർവസന്നാഹങ്ങളും നീ കൊണ്ടുവന്നോ. പിശാചേ, മനുഷ്യരുടെ സ്വത്തുകളിലും സന്താനങ്ങളിലും നീ അവരോടൊപ്പം പങ്കുചേർന്നോ. നീ വാഗ്ദാനങ്ങൾ നൽകിക്കോ. പിശാച് അവരോട് ചെയ്യുന്ന വാഗ്ദാനങ്ങൾ വഞ്ചന മാത്രമാണെന്ന് ഖുർആൻ. അപ്പൊ അള്ളാഹുവിൽ നിന്നും ഇവനിതൊരു ദൗത്യം പോലെ ഏറ്റെടുത്ത് നമ്മുടെ മുന്നിൽ ഇറങ്ങി തിരിച്ചിരിക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, وَمَن يَتَّبِعْ خُطُوَاتِ الشَّيْطَانِ فَإِنَّهُ يَأْمُرُ بِالْفَحْشَاءِ وَالْمُنكَرِ. പിശാചിന്റെ വഴികളുടെ പ്രത്യേകത എന്താ? വൃത്തികേടും മോശമായതും കുറ്റകരമായതുമല്ലാത്ത മറ്റൊന്നും അവൻ മനുഷ്യരോട് കൽപ്പിക്കൂല. അവൻ അങ്ങനെ കഴിയൂ. പിശാച് തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാ. അള്ളാഹു പറയുന്ന ഇനി പറയുന്ന വാക്കിന്റെ മൂല്യം കേട്ടോളൂ. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സക്കാ മിൻകും മിൻ അഹദിൻ അബദാ. പടച്ച റബ്ബിന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാ നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഹിദായത്തിലിരിക്കുന്നത്. അള്ളാന്റെ ഒരു അനുഗ്രഹവും കരുണയും നിങ്ങളിൽ ഇല്ലായിരുന്നെങ്കിൽ ഒരാളും നന്നാവൂലായിരുന്നു. കുറെ നല്ല മനുഷ്യന്മാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അള്ളാന്റെ കാരുണ്യം കിട്ടിയവരവര്, അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടിയവരവര്, അള്ളാഹു ഔദാര്യം ചെയ്തവരവര്. അള്ളാഹു ആ നല്ലവരിൽ നമ്മെ ചേർക്കട്ടെ. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് ഇങ്ങനെ നന്നാവാ എന്ന അവസരം കൊടുക്കും. അല്ലാത്തവരൊക്കെ പിശാചിന്റെ കൂടെ വിടും. അള്ളാഹു ഉദ്ദേശിച്ചവരെയാണ് നന്നാക്കാൻ. പിശാച് ചീത്തയാക്കാൻ വന്നവനാണ്. ലോകത്ത് വന്ന നബിമാർ മുഴുവനും തസ്കിയത്ത് വിഭാവനം ചെയ്തവരാ. ജനങ്ങളെ നന്നാക്ക എന്നത് വിഭാവനം ചെയ്യുന്നവരാണ്. എന്നാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് BC 2000 സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥന. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم
യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഖുർആൻ പറയുന്നു, ലോകത്ത് വിപ്ലവകരമായ ഹിദായത്തിന്റെ വെളിച്ചവുമായി കടന്നു വന്ന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള എല്ലാ പ്രവാചകന്മാരും മുഅ്മിനീങ്ങൾക്ക് തസ്കിയത്ത് നൽകാൻ വന്നവരാണ്. പിശാച് അതിന്റെ നേരെ എതിരെ. മനുഷ്യനെ സ്വാധീനിക്കാൻ ഇവനെ കഴിഞ്ഞല്ലോ. സയ്യിദുനാ യഹ്യാ നബി അലൈഹിസ്സലാം ഒരിക്കൽ ഒരു വഴിയിൽ വെച്ച് ഇബ്ലീസിനെ കാണുകയാണ്. യഹ്യാ നബി അലൈഹിസ്സലാം ഇബ്ലീസിനെ വഴിയിൽ വെച്ച് കാണാണ്. അപ്പോൾ യഹ്യാ നബി അലൈഹിസ്സലാം ഇബ്ലീസിനോട് ചോദിക്കുന്നുണ്ട്, മനുഷ്യരെ പറ്റി നീ പഠിച്ചു വെച്ചേക്കുന്ന കാര്യം എന്താ? പൊതുവെ മനുഷ്യരുടെ ഇടയിൽ ഫിത്നയും ഫസാദ് ഉണ്ടാക്കലാണല്ലോ ഇബ്ലീസെ നിനക്കും നിന്റെ കൂടെയുള്ളവർക്കും പണി. എന്നാൽ മനുഷ്യന്റെ പ്രകൃതത്തെ കുറിച്ച്, മനുഷ്യന്റെ സൈക്കോളജി നിങ്ങൾ എന്താ മനസ്സിലാക്കി വെച്ചതെന്ന് പറഞ്ഞേ. ഇബ്ലീസ് പറയാണ് സക്കരിയ നബിയുടെ മകനായ യഹ്യാ നബി അലൈഹിസ്സലാമിനോട്, മനുഷ്യരെ ഞങ്ങൾ മനസ്സിലാക്കിയത് പ്രധാനമായും 3 വിഭാഗം മനുഷ്യന്മാരായി ഭൂമിയിലുള്ളൂ. 3 വിഭാഗം മനുഷ്യന്മാരാ ഭൂമിയിലുള്ളൂ. മനുഷ്യരെ കുറിച്ച് പൊതുവെ ഈ 3-1 വിഭാഗത്തിൽപ്പെട്ട മനുഷ്യനായിരിക്കും അധികം. ഒന്നാമത്തെ വിഭാഗം ഒന്നാമത്തെ വിഭാഗം യഹ്യാ നബിയെ അങ്ങയെപ്പോലെ ഞങ്ങൾ എത്ര പരിശ്രമിച്ചാലും ചീത്തയാക്കാൻ പറ്റാത്ത കുറെ നല്ല മഹാന്മാരുണ്ട്, അവരാണ് ഒന്നാമത്തെ വിഭാഗം. അള്ളാഹു അവരോടൊപ്പം നമുക്ക് സ്വർഗം തരട്ടെ. ഇബ്ലീസ് എത്ര പണിയെടുത്താലും അവരെ ചീത്തയാക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു വിഭാഗം ആളുകൾ ആണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗം ഫഹും ഫി ഐദീനാ കൽഖുറതി ഫി ഐദി സുബിയാനിക്കും. രണ്ടാമത്തെ വിഭാഗം കുട്ടികളുടെ കയ്യിൽ പന്ത് എങ്ങനെയാണോ കിടന്ന് അമ്മാനമാടപ്പെടുന്നത് അതുപോലെ ഞങ്ങളുടെ കയ്യിലാണ് രണ്ടാമത്തെ വിഭാഗം. കുട്ടികളുടെ കയ്യിൽ പന്തിരിക്കുന്ന പോലെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള പോലെ കാണിക്കും പന്തിനെ എന്ന പോലെയാണ് രണ്ടാമത്തെ വിഭാഗം ഞങ്ങളുടെ കയ്യിലാണ്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അവരെ കാണിക്കും. അവക്കത് കഫൗന അൻഫുസുഹും, ഞങ്ങൾക്ക് അവരെ മതി, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അവരെ ചെയ്യാം. അങ്ങനെയുള്ള ഒരു വിഭാഗമുണ്ട്. രണ്ടാമത്തെ വിഭാഗമാണ്. അള്ളാഹു അതിൽ നമ്മെ നമ്മുടെ കുടുംബത്തെ പെടുത്താതിരിക്കട്ടെ. കുട്ടികളുടെ കയ്യിൽ പന്ത് കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾ അത് വെച്ച് എന്തൊക്കെ കാണിക്കും, അതൊക്കെ ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റും. ഞങ്ങളുടെ കയ്യിലാവര് ഒരു പന്ത് പോലെ ആ ഒരു ലാഘവത്തിൽ ഞങ്ങൾക്ക് എളുപ്പം അവരെ വഴിപിഴപ്പിക്കും. മൂന്നാമതൊരു വിഭാഗമുണ്ട്, അത് വല്ലാത്ത പ്രയാസം തരുന്ന വിഭാഗം. ഈ 3 വിഭാഗത്തിൽ ഏറ്റവും ശ്രമകരമായ വിഭാഗം മൂന്നാമത്തെ വിഭാഗം. ഇബ്ലീസ് പറയാണ്, മൂന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട ഓരോരുത്തരുടെ അടുത്തേക്ക് ഞങ്ങൾ ചെല്ലാറുണ്ട്. അവിടെ ചെന്ന് ഞങ്ങൾ ഞങ്ങളുടെ പണിയൊക്കെ ചെയ്യും. അങ്ങനെ അവൻ ഒരു പ്രകാരം വഴി പിഴപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരും. പെട്ടെന്നാണ് അവനൊരു ബോധം വരുന്നത്. പടച്ചോനെ ഞാൻ ചെയ്ത് തെറ്റായി പോയല്ലോ അല്ലാന്നൊരു തോന്നൽ അവന് വരും. അങ്ങനെ വരുമ്പോൾ അവൻ അള്ളാഹുവോട് തൗബ ചെയ്യും. ഈ വിഭാഗത്തെ ഞങ്ങളുടെ കൈ കിട്ടാൻ വലിയ പാടാണ് യഹ്യാ നബിയെ എന്ന് ഇബ്ലീസ് പറയാം. ആ സമയത്ത് ഞങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അവൻ ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങോട്ട് കുതറിപ്പോവും. അവൻ അല്ലാഹുവോട് തൗബ ചെയ്യും. തെറ്റിനെ കുറിച്ച് ബോധമുള്ളവനാണവൻ. ആ വിഭാഗത്തെ കൈകാര്യം ചെയ്യൽ വലിയ പ്രയാസമാണെന്ന് ഇബ്ലീസ് യഹ്യാ നബിയോട് പറയാം. അങ്ങനെയാണ് 3 പ്രാവശ്യമായിട്ടാ ഇബ്ലീസ് നമ്മുടെ ഒരു നിസ്കാരം ബാത്തിലാക്കാൻ വേണ്ടിട്ട് വരുന്നത്. നമ്മളൊക്കെ നിസ്കരിക്കുന്നുണ്ടല്ലോ, അല്ലാഹു ഒക്കെ സ്വീകരിക്കട്ടെ. ഈ മൂന്നാമത്തെ വിഭാഗം, അതായത് തെറ്റ് സംഭവിക്കുമ്പോൾ കുറ്റബോധവും പിശാചിനോടുള്ളതായ പേടിയും അവനോടുള്ള വെറുപ്പും മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യുന്ന വിഭാഗമാണ് മൂന്നാമത്തെ വിഭാഗം. അവരെ കൈകാര്യം ചെയ്ത് വലിയ പ്രയാസ. സ്വാലിഹീങ്ങളായ നല്ല നല്ല മനുഷ്യന്മാർ അവിടെയാണുള്ളത്. അള്ളാഹു നമ്മെ അതിലേക്ക് ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇബ്ലീസിന്റെ കൂട്ടാളികളും മനുഷ്യന്റെ അമലുകൾ ഫസാദാക്കാൻ വേണ്ടി ചെല്ലുന്ന ഒരുപാട് സന്ദർഭങ്ങളെ കുറിച്ച് മഹാന്മാർ പറയുന്നുണ്ട്. നമുക്ക് നിസ്കാരത്തിന്റെ ഒരു രൂപം നോക്കാം. മഹാന്മാർ പറയുന്നത് കാണാം, നിസ്കാരത്തിന്റെ വക്കത്ത് എത്തിക്കഴിഞ്ഞാൽ ഇബ്ലീസ് അവന്റെ പട്ടാളക്കാരോട്, അവന്റെ അണികളോട് മുഴുവൻ പറയും, നിസ്കാരത്തിന്റെ സമയമാറായി. അതുകൊണ്ട് ഇബ്ലീസ് അവന്റെ കൂട്ടാളികളെ മുഴുവനും വിളിക്കും. എല്ലാവരോടും പറയും, ഭൂമിയിൽ നിങ്ങൾ ചിതറുക, ഭൂമിയിൽ പരന്നു ഓടുക, നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാകുന്ന മനുഷ്യന്മാരെ കണ്ടെത്താം, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പണി തുടങ്ങുക. അങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ട് പിശാചിന്റെ അണികൾ ഒരു നിസ്കാരക്കാരനെ സമീപിക്കാൻ പോവാം. 3 ഘട്ടം ആലോചിച്ചോളൂ. ഒന്നാമത്തേത്
നിസ്കരിക്കണമെന്ന് ഉദ്ദേശിച്ച ആളുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് അവന് നല്ല ജോലി തിരക്ക് കൊടുക്കും. അവനിപ്പോ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതുകൂടെ കേട്ടെ, അതുകൂടി കഴിഞ്ഞിട്ട് നിസ്കരിക്കാന്നേ, ഇത് കഞ്ഞിയും കൂട്ടാനും ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് നിസ്കരിക്കാന്നേ, കുളി അലക്കും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കാന്നേ, അല്ലെങ്കിൽ 3 മണി കഴിയട്ടെ അസ്ർ അങ്ങോട്ട് അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ അങ്ങനെ നിസ്കരിക്കാന്നേ, ലോഹറ അങ്ങനെ പിന്തിപ്പിക്കാന്നേ. അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ചെന്നിട്ട് നിസ്കാരത്തെ പിന്തിപ്പിക്കാനുള്ള തിരക്കങ്ങ് കൊടുക്കും. പിശാച് തോന്നിപ്പിക്കാണ്. തിരക്കെന്ന് പറഞ്ഞപ്പോ ഒരാളുടെ മനസ്സിൽ തോന്നുന്ന കാര്യമല്ലേ, അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാന്ന് തോന്നാം, അത് ഇബ്ലീസ് അങ്ങ് തോന്നിപ്പിക്കും. അങ്ങനെ അവനെ നിസ്കാരത്തെ പിന്തിപ്പിക്കാൻ, അതിന്റെ വക്കത്തും വിട്ട് പിന്തിപ്പിക്കാൻ തോന്നിപ്പിച്ച് ഒന്നാമത്തെ വിഭാഗം പണി അങ്ങോട്ട് തുടങ്ങി. നിസ്കാരത്തിന്റെ സമയം എത്തിയപ്പോൾ നിസ്കരിച്ചേക്കാം, ആദ്യം നിസ്കാരമാണ് നടക്കട്ടെ എന്ന് ഉദ്ദേശിച്ച ആളുടെ അടുത്ത് ചെല്ലും. എന്നിട്ട് ഇങ്ങനെ അവനെ തിരക്കാക്കും. അവന്റെ മനസ്സിലേക്ക് ഓരോന്ന് കൊടുക്കും, ഓർമ്മപ്പെടുത്തും. അത് ചെയ്തില്ലല്ലോ, അത് ചെയ്ത് വന്നിട്ട് നിസ്കരിക്കാം, ഇത് ചെയ്തില്ലല്ലോ, ഇത് ചെയ്തിട്ട് നിസ്കരിക്കാം. അങ്ങനെ ഓരോ കാര്യങ്ങളിലേക്ക് മനസ്സിനെ തിരക്ക് കൂട്ടും. അങ്ങനെ അവൻ നിസ്കാരത്തെ പിന്തിപ്പിച്ച് അവസാനം നിസ്കാരത്തിന്റെ വക്കത്ത് വിട്ട് അപ്പുറത്തേക്ക് കടത്തും. ഒന്നാമത്തെ ഘട്ടം ഇങ്ങനെയാണ്. ഇനി ഒരു ശൈത്വാന്റെ കുട്ടി അങ്ങനെ ചെന്നപ്പോ നിസ്കാരത്തെ പിന്തിപ്പിക്കുന്ന വിഷയത്തിൽ തോറ്റുപോയി. ഏതായാലും അയാൾ ആദ്യം തന്നെ നിസ്കരിക്കാൻ തീരുമാനിച്ച ആളാണ്, നിസ്കരിക്കും. ഒരുപാട് ശ്രമിച്ചു നോക്കി, പക്ഷെ തിരക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ ആ പിശാച് എന്ത് ചെയ്യും? പിശാച് ഈ നിസ്കരിക്കാൻ നിൽക്കുന്നവന്റെ മനസ്സിൽ തോന്നിപ്പിക്കും, നിസ്കാരത്തിന്റെ ഖിറാഅത്തിന് സ്പീഡ് കൂട്ടാൻ, അത്തഹിയ്യാത്തിന് സ്പീഡ് കൂട്ടാൻ, സലാം വീട്ടിയാൽ ദുആ ചെയ്യാനൊന്നും ഇരിക്കണ്ട, സുന്നത്തൊക്കെ പിന്നെ നിസ്കരിച്ചാൽ മതി, ഇങ്ങനെ ധൃതി കൂട്ടി കൊടുക്കും. നിസ്കരിക്കണ സമയത്ത് നിസ്കരിച്ചിട്ടുണ്ടാവും, പക്ഷെ ധൃതി കൂട്ടും, തിരക്ക് കൂട്ടും. നിസ്കാരത്തിന് മുമ്പ് മറ്റു പല കാര്യങ്ങളും കൊടുത്ത് തിരക്കാക്കിയിട്ട് നിസ്കാരത്തെ പിന്തിപ്പിക്കൽ നടന്നില്ല. ഇവ നിസ്കരിക്കാൻ തീരുമാനിച്ചു കൊടുത്ത് വെച്ചിട്ട് നിസ്കാരത്തിന് വേഗത കൂട്ടിക്കൊടുക്കും. മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്. അതായത് മൂന്നാം ഘട്ടത്തിൽ പിന്നെ സംഭവിക്കുന്നത്, നിസ്കാരത്തിന് മുമ്പ് തിരക്ക് കൊടുത്തില്ല, നിസ്കാരം സാവധാനം നിസ്കരിച്ചു, ആ നിലക്കൊന്നും തോപ്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇബ്ലീസിന്റെ മൂന്നാമത്തെ പണി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതായാലും അവൻ പതുക്കെ നിസ്കരിക്കുള്ളൂ, ധൃതിയൊന്നുമില്ല. അവൻ വാങ്ങിച്ച ഉടനെ തന്നെ നിസ്കരിക്കുകയും ചെയ്യും. എന്നാൽ ഇവനെ എങ്ങനെ വസ്വാസാക്കുക? അവന്റെ മനസ്സിലേക്ക് ആവശ്യമില്ലാത്ത ചിന്തകളും ദുനിയവിയായ ചിന്തകൾ കൊണ്ടുവന്ന് അങ്ങ് കൊടുക്കും. എന്നിട്ട് ഈ മനുഷ്യൻ എങ്ങനെ ചിന്തിച്ച് നിസ്കാരമൊക്കെ ഒരു കോലത്തിക്കിടാവും. സമയത്തിന് ആദ്യം തന്നെ നിസ്കരിച്ചിട്ടുണ്ട്, സ്ലോവിലാണ് നിസ്കരിച്ചിട്ടുള്ളത്, പക്ഷെ മനസ്സിൽ നിസ്കാരവുമായി ബന്ധമില്ലാത്ത ചിന്തകളായിരുന്നു. ഇങ്ങനെ 3 നിലക്ക് ഇബ്ലീസ് പരിശ്രമിക്കും. ഈ 3 നിലയിലും ഒരാളെ പിടികൂടാൻ കിട്ടിയില്ലെങ്കിൽ, ഇബ്ലീസ് പിടിക്കാത്തവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഈ 3 നിലയിലും പിടിക്കാൻ കിട്ടിയില്ലെങ്കിൽ ആ ഇബ്ലീസ്, ആ ശൈത്താൻ നാണം കെട്ട് വിഷമിച്ചിട്ട് മടങ്ങി ചൊല്ലുമ്പോ സാക്ഷാൽ ഇബ്ലീസ്, ഈ പിശാചുക്കളുടെ നേതാവായ സാക്ഷാൽ ഇബ്ലീസ് പറയും, നിസ്കാരത്തിന്റെ കാര്യത്തിൽ വസ്വാസ് ഉണ്ടാക്കാൻ പോയി ഒരു മൂമിനായ മനുഷ്യന്റെ നിസ്കാരം നശിപ്പിക്കാൻ പോയ ആ ശൈത്താൻ ഇങ്ങോട്ട് വരുമ്പോ അവനെ പിടിച്ച് കെട്ടിയിട്ടേക്കണം. എന്നിട്ടോ അവനെ വയുർമാ ബിൽ ബഹരി, കടലിലേക്ക് എറിയണമെന്ന് മറ്റുള്ള പിശാചുക്കളോട് പറഞ്ഞേൽപ്പിക്കും. അപ്പൊ ഒരു മനുഷ്യന്റെ നിസ്കാരത്തെ ഫസാദാക്ക എന്നത് ഈ വരുന്ന പിശാചിന്റെ ദൗത്യമാണ്, അവന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. ഇനി ഏതെങ്കിലും ഒരു പിശാച് നല്ലവണ്ണം ഒരാളുടെ നിസ്കാരം ഫസാദാക്കിയിട്ടാണ് വരുന്നതെങ്കിൽ, ഇബ്ലീസ് ആ പിശാചിനെ ബഹുമാനിക്കുമെന്ന് മഹാന്മാർ പറയുകയാണ്. ഇബ്ലീസ് ആ പിശാചിന് വലിയ അംഗീകാരമൊക്കെ കൊടുക്കും, വലിയ സ്ഥാനമൊക്കെ ആക്കും, മണ്ഡലം പ്രസിഡന്റ് ആക്കും, ചിലപ്പോ ശാഖാ സെക്രട്ടറി ആക്കും. അങ്ങനെയൊക്കെ സ്ഥാനമാനങ്ങൾ കൊടുത്ത് ആദരിക്കും. ഏതായാലും മനുഷ്യനിൽ സ്വാധീനമുണ്ട്, മലക്കിന്റെ സ്വാധീനവുമുണ്ട്, പിശാചിന്റെ സ്വാധീനവുമുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറയുന്ന ഒരു ഉപദേശമുണ്ട്. ഓരോ മനുഷ്യനും ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട്, ഇമാം നസാഇ അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്, ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബുൽ ഈമാനിൽ ഹദീസ് പറയുന്നുണ്ട്. ഓരോ മനുഷ്യനും പിശാചിന്റെയും മലക്കിന്റെയും സ്വാധീനം ഓരോ മനുഷ്യനും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിശാചിന്റെ സ്വാധീനം എങ്ങനെയാണ്?
ഷർറായ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകും. ഹക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ ഹക്കിനെതിരെ മുഖം തിരിക്കും. ഇങ്ങനെ ചില സന്ദർഭങ്ങൾ മനുഷ്യ ജീവിതത്തിൽ കാണാറുണ്ട്. മലക്കിന്റെ സ്വാധീനം എന്ന് പറഞ്ഞാൽ ഹക്കായ കാര്യങ്ങൾ കേൾക്കാനും അതിനോട് താല്പര്യവും ഒക്കെ ഉണ്ടാകും. ഉദാഹരണം, നല്ലൊരു വഅദ് കേൾക്കാം, അൽഹംദുലില്ലാഹ് കുഴപ്പമില്ല കേൾക്കാലോ, അല്ലെങ്കിൽ നല്ലൊരു ഉപദേശം കേൾക്കാം, അല്ലെങ്കിൽ നല്ലോണം ഖുർആൻ പാരായണം ചെയ്യാം. ഹക്കായ കാര്യങ്ങളോട് താല്പര്യം കൊടുക്കാം. അതുപോലെ തന്നെ മോശമായ കാര്യങ്ങൾ അവഗണിക്കാൻ തോന്നാം. ആ ഹറാം ഇനിയിപ്പൊ എന്റെ നാവ് കൊണ്ട് പറയണ്ട, അങ്ങനെ അവഗണിക്കാൻ തോന്നാം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ നിങ്ങളത് തിരിച്ചറിയണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റായ ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അള്ളാഹുവോട് കാവൽ തേടണം. പടച്ചോനെ, ഇവിടെ ഒരു ഇബ്ലീസ് ഉണ്ടല്ലോ, അല്ലാഹ് എന്നെ കാക്കണേ. അപ്പൊ ആ തെറ്റവൻ ചെയ്യൂല. ഇനി ഒരു നല്ല കാര്യം ചെയ്യാൻ മുന്നിൽ ഒരു അവസരം വരുമ്പോൾ അള്ളാഹുവിന് സ്തുതി പറയണം. ഫൽ യഹ്മദില്ലാഹ്, പടച്ച റബ്ബേ നിനക്ക് ഞാൻ സ്തുതി പറയട്ടെ, അൽഹംദുലില്ലാഹ്. വാങ്ക് വിളിച്ചപ്പോ തന്നെ ഞാൻ ഈ പള്ളിയുടെ മുന്നിൽ വന്നല്ലോ, അല്ലാഹ് അൽഹംദുലില്ലാഹ്. ഇനി നിസ്കരിക്കാം, ഇനി അങ്ങോട്ട് നിസ്കരിക്കാം. അള്ളാഹുവേ ഖുർആൻ എടുക്കാൻ എനിക്ക് തോന്നിയല്ലോ, അള്ളാഹുവേ എനിക്ക് ഖുർആൻ എടുക്കാൻ തോന്നിയല്ലോ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അങ്ങനെ പടച്ച റബ്ബിന് സ്തുതി പറയാ. ഒരു ദുരനുഭവം നമുക്ക് ഉണ്ടാകുമ്പോൾ അത് പൈശാചികമാണ് എന്ന തോന്നലിൽ കാവൽ തേടുകയും, ഒരു നല്ല അനുഭവം ഉണ്ടാകുമ്പോൾ അത് മലക്ക് തോന്നിപ്പിച്ചതാണ്, മലക്കിന്റെ സ്വാധീനമാണ് എന്ന ബോധത്തിൽ അൽഹംദുലില്ലാഹ് പറയുകയും വേണം എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സ്വഹാബത്തിന്റെ മുന്നിൽ സൂറത്തുൽ ബഖറയുടെ 268 ആയത്തങ്ങ് പാരായണം ചെയ്യാൻ തുടങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الشيطان يعدكم الفقر ويأمركم بالفحشاء والله يعدكم مغفرة منه وفضلا والله واسع عليم. പിശാച് നിങ്ങളുടെ മുന്നിൽ ദാരിദ്ര്യമാണ് വിഭാവനം ചെയ്യുന്നത്, വൃത്തികേടാണ്. അള്ളാഹു നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് അവന്റെ ഔദാര്യവും അവന്റെ മഗ്ഫിറത്തുമാണ്. അള്ളാഹു കൊണ്ടുവരുന്നതിലേക്ക് ചേരാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഏതായാലും നമ്മൾ കരുതിയിരിക്കുക, ഈ ചർച്ചയുടെ മെസ്സേജ് ഇതാണ്: എപ്പോഴും പിശാചിനെ തൊട്ട് കാവൽ തേടണം. അള്ളാഹു ഇബ്ലീസിന്റെ ഷർറിനെ തൊട്ട് കാക്കണേന്ന് എപ്പോഴും ദുആ ചെയ്യണം. ഇന്നലത്തേക്കാൾ ഇന്ന്, ഇന്നിനേക്കാൾ നാളെ അല്ല, ഓരോ 10 നിമിഷവും നമ്മുടെ തെറ്റുകളുടെ സാഹചര്യം കൂടിക്കൂടി വരാം. പഴയ കാലത്തുണ്ടായതിനേക്കാൾ കൂടുതൽ സാഹചര്യങ്ങളാണ് ഇപ്പൊ തെറ്റ് ചെയ്യാൻ. ഒരു മനുഷ്യൻ തനിച്ചിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്നു. പണ്ടൊക്കെ കൂട്ടുകൂടി പോകുമ്പോഴാണ് തെറ്റ് ചെയ്യാം, തനിച്ചിരുന്നാൽ തെറ്റ് ചെയ്യാൻ പറ്റും. സാഹചര്യങ്ങൾ എമ്പാടും നമ്മുടെ മുന്നിലുണ്ട്. അള്ളാഹുവോട് പൈശാചികമായ അവസ്ഥകളെ തൊട്ട് കാവൽ തേടണം. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ 2 ചട്ടക്കുള്ളിൽ മുസ്ഹഫിന്റെ രൂപത്തിലുള്ള ഈ ഖുർആൻ അവസാന അധ്യായം പോലും പിശാചുക്കളിൽ നിന്നുള്ള കാവൽ തേടിയിട്ട. മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യ പിശാചുക്കളുമുണ്ട്, ജിന്ന് പിശാചുക്കളുമുണ്ട്. ഈ രണ്ടിൽ നിന്നും കാവൽ തേടിക്കൊണ്ടാണ് ഖുർആൻ നമ്മോട് യാത്ര പറയുന്നത്, നമ്മുടെ മുന്നിൽ ഖുർആന്റെ ചട്ട അടയുന്നത്. അപ്പൊ അത്രത്തോളം ഈ വിഷയത്തിൽ നമ്മൾ കരുതിയിരിക്കണമെന്ന് ചുരുക്കം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എന്റെ വിഷയം അവസാനിപ്പിക്കുകയാണ്. തൽക്കാലം 4 ശത്രുക്കൾ നമുക്കുണ്ട്, മഹാന്മാരെ പഠിപ്പിക്കാൻ. 4 ശത്രുക്കളുണ്ട് ഒരു മനുഷ്യന്. ഈ 4 ശത്രുക്കളെ തിരിച്ചറിയണം. ഒരു മനുഷ്യന്റെ ഇഹപര വിജയത്തിന് ശത്രുക്കൾ 4 ഒരു മനുഷ്യന്റെ ഇഹപര വിജയത്തിന് ശത്രുക്കൾ 4 മഹാന്മാര് പഠിപ്പിക്കാണ്. ആ 4 ശത്രുവിനെതിരെ പോരാടൽ നിനക്ക് നിർബന്ധമാണ്. ഈ 4 ശത്രുക്കളിൽ ഓരോരുത്തരോടും പോരാടൽ നിനക്ക് നിർബന്ധമാണ്. ഒന്നാമത്തെ ശത്രു ദുനിയാവ് തന്നെയാ. ഒന്നാമത്തെ ശത്രു അള്ളാഹു ആഖിറം രക്ഷപ്പെടുന്നവരിൽ ചേർക്കട്ടെ. ഒന്നാമത്തെ ശത്രു ദുനിയാവാണ്. ദുനിയാവ് വഞ്ചകനാണ്, വഞ്ചകിയാണ്. ദുനിയാവ് കൊടും ചതിയുടെ കൂടാണെന്ന് മഹാന്മാര് പഠിപ്പിക്കാം. വെറുതെ പറയുന്നല്ല. ദുനിയാവ് ആരാണോ പടച്ചത് ആ തമ്പുരാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ചതിയുടെ ലോക, ഇവിടെ ഉള്ളതൊന്നും ഒറിജിനൽ അല്ല, ഇവിടെ എപ്പോ വേണമെങ്കിലും ചതി സംഭവിക്കാം. ദുനിയാവിന്റെ സ്വഭാവം അങ്ങനെയാണ്.
വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവ് താൽക്കാലിക സുഖമാണ്. ആ താൽക്കാലിക സുഖം അത് വഞ്ചനയുടെ സുഖമാണെന്ന് ഖുർആൻ. അതാണ് ദുനിയാവ്. സൂറത്ത് ആൽ ഇംറാൻ. ഇനി കണ്ടോ, ഫലാ യഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗുറൂർ. അല്ലാഹുവിന്റെ കാര്യത്തിൽ ദുനിയാവ് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ എന്ന് ഖുർആൻ. അപ്പോൾ മനുഷ്യന്റെ ഇഹപര വിജയത്തിന്റെ ശത്രുക്കളിൽ ഒന്നാമത്തെ ശത്രു ദുനിയാവ് തന്നെയാണ്. രണ്ടാമത്തെ ശത്രു വത്താനി നഫ്സുക, മനസ്സിന് വഴിപ്പെടുന്ന ശരീരമാണ്. മനസ്സിന് വഴിപ്പെടുന്ന ശരീരം വല്ലാത്ത ആഗ്രഹമാണ്. ആഗ്രഹിച്ചത് നടത്തിയേ പറ്റൂ. ആഗ്രഹിച്ചതൊക്കെ നടക്കണമെന്നുണ്ടോ? ശരീരം ആഗ്രഹിക്കുന്നു, മനസ്സാഗ്രഹിക്കുന്നു, അതൊക്കെ നടത്തണോ? ഇപ്പൊ തോന്നാണ് ഒരു എന്തെങ്കിലും ഒന്ന് കഴിക്കണം, കുടിക്കണം. അത് തോന്നുമ്പോ തന്നെ അങ്ങോട്ട് ചെയ്യണം. കുറച്ചൊക്കെ ശരീരം മനസ്സ് പറയുന്നത് കേൾക്കാതിരിക്കണം. ശരീരവും മനസ്സും ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം വേണം. മനസ്സെന്താ ആഗ്രഹിക്കുന്നു ആ ഭാഗത്തേക്ക്. ചില കെട്ടിയോനും കെട്ടിയോളും പോലെ. ശരീരത്തിന്റെ വിഷയത്തിൽ മനസ്സിന് ചില കാര്യങ്ങൾ ഒഴിച്ചു നിർത്താൻ കഴിയുന്നതായിരിക്കണം. മനസ്സ് പറയുന്നത് മുഴുവൻ വഴിപ്പെടുന്ന ശരീരം നിന്റെ ശത്രുവാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അഅദാ അദുവിക നഫ്സുകല്ലതി ബൈന ജംബൈക. നിന്റെ ഏറ്റവും വലിയ ശത്രു നിന്റെ രണ്ട് നെഞ്ചിന്റെ ഇടയിലുള്ളതായ ഹൃദയമാണ്, മനസ്സാണ്. ആ മനസ്സാഗ്രഹിക്കുന്നിടത്തേക്കൊക്കെ ശരീരം പോകുന്നു. മനസ്സാഗ്രഹിക്കുന്നിടത്തേക്കൊക്കെ ശരീരം പോകുന്നു. ശരീരത്തിനൊരു അഭിപ്രായമില്ല. മനസ്സാഗ്രഹിക്കാണ്, പഠിച്ചോനെ നല്ല തണുപ്പുണ്ടല്ലോ, സുബഹിക്ക് ഇപ്പൊ എണിക്കണ്ട, അവിടെ കിടന്ന് അങ്ങോട്ട് ഉറങ്ങാം. മനസ്സാഗ്രഹിക്കാണ്. അപ്പൊ ശരീരം എന്ത് ചെയ്യാണ്? മൂപ്പരുടെ കൂടെ അങ്ങോട്ട് കൂടിയിട്ട് കൂർക്കം വലിച്ച് സപ്പോർട്ട് ചെയ്യാ. ഈ ശരീരം നിന്റെ ശത്രുവാണ്. ഈ മനസ്സ് നിന്റെ ശത്രുവാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യന്റെ മൂന്നാമത്തെ ശത്രു ശൈത്വാനുൽ ജിന്നി, ജിന്ന് വർഗത്തിൽപ്പെട്ട പിശാചാണ്. അവനെ തൊട്ട് കാവല് തേടാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നഹു ലക്കും അദുവ്വു മുബീൻ എന്നാ പറഞ്ഞത്. ഇന്ന ശൈത്വാന ലക്കും അദുവ്വു ഫത്തഖിദൂഹു അദുവ്വ ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. നരകത്തിലേക്ക് കൊണ്ടുപോവാനാ ജിന്നുകളുടെ കൂട്ടത്തിലെ പിശാചുക്കൾ നമ്മുടെ കാര്യത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നാലാമത്തെ ശത്രു വളരെ ഗൗരവമുള്ള ശത്രുവാണ്, നമ്മുടെ കൂട്ടുകെട്ട്. മനുഷ്യരുടെ ഇടയിലെ പിശാചുക്കൾ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ് സ്വാദിഖീൻ എന്നാ പറഞ്ഞത്. നല്ലവരുടെ കൂടെ കൂടാ. ആശുപത്രി പോകാനുണ്ട്, ആരെങ്കിലും പോകുന്നുണ്ടോ? നല്ലവരാണോ? അവരുടെ കൂടെ പോവാ. പള്ളി പോകുന്നുണ്ട്, നല്ലവരാണോ? അവരുടെ കൂടെ പോവാ. സ്കൂളിൽ പോകുന്നുണ്ട്, കോളേജിൽ പോകുന്നുണ്ട്, നല്ലവരാണോ? നല്ലവരുടെ കൂടെ പോവാ. നല്ലവരുടെ കൂടെ എന്നത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് ഖുർആൻ. മനുഷ്യ പിശാചുക്കളുണ്ട്. ഫൈനഹു അശദ്ദു അലൈക മിൻ ശൈത്വാനിൽ ജിന്നി. ജിന്നുകളുടെ കൂട്ടത്തിലെ പിശാചിനെക്കാളും കടുപ്പാണ് മനുഷ്യരുടെ കൂട്ടത്തിലെ പിശാച്. ലിഅന്ന ശൈത്താനൽ ജിന്നി യകൂനു അദാഹു ബിൽ വസ്വസതി വശൈത്താനുൽ ഇൻസി ഹുവ റഫീഖുസ് സൂ. മോശം കൂട്ടുകാരനാണ് ഈ മനുഷ്യരിലെ പിശാച് എന്ന് പറഞ്ഞാൽ. മോശമായ കൂട്ടുകെട്ടാണ് അത്. നേർക്ക് നേർ നമ്മോട് പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ഇടപെടാൻ കഴിവുള്ള ആളാണ്. وَكَذَلِكَ جَعَلْنَا لِكُلِّ نَبِيٍّ عَدُوًّا شَيَاطِينَ الْإِنسِ وَالْجِنِّ. എല്ലാ നബിമാർക്കും മനുഷ്യ പിശാചുക്കളും ശത്രുവായിരുന്നു, ജിന്ന് പിശാചുക്കളും ശത്രുവായിരുന്നു. പ്രവാചകന്മാരുടെ വഴിക്ക് പോകുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും ഇത് രണ്ടും ശത്രു തന്നെയാണ്. അള്ളാഹു ഈ രണ്ട് ശത്രുതയിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. സയ്യിദുനാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പറയാറുണ്ടായിരുന്നു, ഒരു മനുഷ്യൻ എങ്ങനെയാ ചീത്തയായത് എന്ന് ആലോചിച്ചാരും അത്ഭുതപ്പെടണ്ട. ഒരു മനുഷ്യൻ ചീത്തയായത് ലൈസൽ അജ്ബു മിമ്മൻ ഹലക കൈഫ ഹലക. ഒരു മനുഷ്യൻ എങ്ങനെയാ ചീത്തയായതെന്ന് ഓർത്ത് ആരും അത്ഭുതപ്പെടണ്ട. ചീത്തയാവുന്ന കാര്യത്തിൽ അത്ഭുതമില്ല. ഒരു മനുഷ്യൻ നന്നായത് എങ്ങനെയാണെന്ന വിഷയത്തിൽ അത്ഭുതമുണ്ട്. കാരണം ചീത്തയാവുന്ന വിഷയത്തിൽ അത്ഭുതപ്പെടാനില്ലാത്തത് ചീത്തയാവാനാണ് സാധ്യത. അയാൾ എന്നാലും കള്ളുടിയനായിപ്പോയല്ലോ, ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അത്ഭുതപ്പെടേണ്ട, കള്ളുടിയനാവാൻ സാധ്യതയുണ്ട്. അയാൾ നിസ്കാരമൊക്കെ തുടങ്ങിയല്ലോ, അയാൾ നല്ല മനുഷ്യനാണല്ലോ, എങ്ങനെയത്, അതിൽ അത്ഭുതപ്പെടാം. ഒരാൾ നന്നാവാ എന്നതിലാണ് അത്ഭുതം. കാരണം നന്നാവല് ശ്രമകരമായ കാര്യമാണ്. ചീത്തയാവാൻ ഒരു ശ്രമവും വേണ്ട.
അള്ളാഹു നമ്മെ നല്ലവരിൽ പെടുത്തുമാറാവട്ടെ.